മാതൃഭൂമിയുടെ തെരഞ്ഞെടുപ്പ് സർവേകളുടെ 3-ാം ഘട്ടം അവർ പങ്കുവെക്കുമ്പോൾ സംസ്ഥാനത്ത് LDF UDF നെക്ക് ടു നെക്ക് പോരാട്ടം തുടരുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നുകൊണ്ട് 105 മണ്ഡലങ്ങളുടെ സൂചനകൾ അവർ അവതരിപ്പിക്കുന്ന സമയത്ത് LDFന് 50 മുതൽ 55 സീറ്റുകളും UDFന് 49 മുതൽ 54 സീറ്റുകളും ലഭിക്കാനുള്ള സാധ്യത അവർ കാണുന്നു. നെക്ക് ടു നെക്ക് പോരാട്ടം കൃത്യമായി ആര് ജയിക്കും ആര് പരാജയപ്പെടും എന്ന് പറയാൻ കഴിയാത്ത, ഇന്നത്തെ കൂടി സാധ്യതകളെ ഉൾക്കൊള്ളുമ്പോൾ 105 മണ്ഡലങ്ങളിൽ 6 ആർക്ക് ജയിച്ച് കയറാൻ കഴിയും എന്ന് പറയാത്ത തരത്തിൽ മത്സരങ്ങൾ കടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് മാതൃഭൂമി പരിചയപ്പെടുത്തുന്ന ഈ 35 മണ്ഡലങ്ങളിൽ ഏറെ ശ്രദ്ധേയമാകുന്നത് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ക്യാബിനറ്റിലെ 8 മന്ത്രിമാരുടെ മണ്ഡലങ്ങളെ അവർ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അവിടെ 3 മന്ത്രിമാരുടെ കാര്യം ആറന്മുള എടുത്താൽ വലിയ തരത്തിൽ മത്സരം, 3 മുന്നണികളും അവിടെ മത്സരങ്ങൾ കടുപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ശ്രീ കുമ്മനം രാജശേഖരനെ ഏറെ പിന്നിലാക്കിക്കൊണ്ട് UDFും LDFും തമ്മിൽ നടക്കുന്ന മത്സരത്തിൽ ആർക്കാണ് വ്യക്തമായ മുൻതൂക്കം എന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ ശ്രീമതി വീണ ജോർജും എബിൻ വർക്കിയും തോളോട് തോള് മത്സരം കടുപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇനിയും മറ്റ് 2 മന്ത്രിമാർ, ഇടുക്കിയിലെ റോഷി അഗസ്റ്റിൻ പരാജയപ്പെടും എന്ന സൂചന മാതൃഭൂമി നമുക്ക് നൽകുന്നുണ്ട്. മറ്റൊന്ന്, നമുക്കറിയാവുന്നതുപോലെ തിരൂരിലേക്ക് കളം മാറ്റിയ നമ്മുടെ സ്പോർട്സ് മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ മുസ്ലിം ലീഗിന്റെ മുന്നിൽ മോശമല്ലാത്ത മാർജിനിൽ പരാജയപ്പെടും എന്നും മാതൃഭൂമി വ്യക്തമാക്കുന്നു. എന്നാൽ പേരാമ്പ്രയിൽ വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന, ഒട്ടേറെ വ്യത്യസ്തമായ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പേരാമ്പ്രയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ശ്രീ TP രാമകൃഷ്ണന് വ്യക്തമായ മുൻതൂക്കം ഉണ്ട് എന്ന് മാതൃഭൂമി പറയുമ്പോൾ വലിയ അത്ഭുതങ്ങൾ മറ്റ് മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന സൂചന നൽകുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷം തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന ചില മണ്ഡലങ്ങളിൽ, ഉദാഹരണമായി നാദാപുരം മണ്ഡലത്തിൽ ഒരുപക്ഷെ വലിയ തരത്തിലുള്ള ഒരു അട്ടിമറി CPIക്ക് മുകളിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും എന്ന് മാതൃഭൂമി പറയുമ്പോൾ അതിനെ കണ്ണടച്ച് മറക്കാൻ നമുക്ക് കഴിയില്ല. മറ്റൊന്ന് ചവറയിലാണ്, മറ്റൊന്ന് കുട്ടനാട്ടിലാണ്. ഈ 2 മണ്ഡലങ്ങളിലും കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്നെങ്കിൽ പോലും ചവറയിലും കുട്ടനാട്ടിലും നിലവിൽ സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിന് എതിരാണ് എന്ന് മാതൃഭൂമി പറയുന്നതും വസ്തുതാപരമാണ് എന്ന് നമുക്കും തോന്നും. എന്നാൽ ഇടതുപക്ഷത്തിന് നല്ല മുൻതൂക്കമുള്ള ചില മണ്ഡലങ്ങളിൽ അവരുടെ ഭൂരിപക്ഷം കൂടുതൽ വർദ്ധിപ്പിക്കും എന്ന തരത്തിലും മാതൃഭൂമിയുടെ പഠനങ്ങൾ പറയുന്നു. പ്രധാനമായി ഒല്ലൂരിലെ ശ്രീ രാജൻ, നെടുമങ്ങാട് നിന്നുള്ള അനിൽ തുടങ്ങിയ മന്ത്രിമാരുടെ മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള മേൽക്കൈ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും തുടരാൻ കഴിയും എന്നും അവർ പറയുന്നുണ്ട്. ആറ്റിങ്ങലിൽ കഴിഞ്ഞ കുറേ നാളുകളായി UDFനെ പിന്നിലാക്കിക്കൊണ്ട് 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള NDA അവരുടെ 2ാം സ്ഥാനം തുടരുമെന്ന് പറയുമ്പോൾ LDFും NDAയും തമ്മിൽ 20% വ്യത്യാസത്തിൽ ഏകപക്ഷീയമായ വിജയം LDF ഉറപ്പാക്കും എന്നും ഈ സർവേ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചില മണ്ഡലങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ ഏകപക്ഷീയമായ തരത്തിലുള്ള ഒരു തേരോട്ടം ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഇല്ല എന്ന്
മാതൃഭൂമി പങ്കുവെക്കുമ്പോൾ തന്നെ MLA-മാരുടെ കാര്യക്ഷമത, അവർക്ക് ആർജിക്കാൻ കഴിഞ്ഞ ജനകീയതയൊക്കെ ഈ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നവർ പറയാതെ പറയുന്നുണ്ട്. ഒരേ സമയം ജനങ്ങൾ മറ്റൊരു മന്ത്രിസഭ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ തന്നെ തങ്ങളുടെ MLA-മാർ തങ്ങളോട് വളരെ അടുത്തു നിന്ന് പ്രവർത്തിച്ചവരാണ് എന്നുകൂടി ഇതേ വോട്ടർമാർ, സാധാരണ വോട്ടർമാർ പങ്കുവെക്കുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായിരിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക മണ്ഡലത്തിലെ MLA പറ്റി പരാമർശിക്കുന്നില്ലെങ്കിൽ പോലും പാറശാല പോലെയുള്ള മണ്ഡലങ്ങളിൽ, അങ്ങനെ ഏകപക്ഷീയമായി ഇടതുപക്ഷത്തിന്റെ കുത്തകയാണെന്ന് പറയാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ വലിയ മുൻതൂക്കം നിലവിലുള്ള MLA-ക്ക് ലഭിക്കുന്നു എന്ന് സൂചന നൽകുമ്പോൾ MLA-മാരുടെ ജനകീയത, കോന്നിയെ പോലുള്ള മണ്ഡലത്തിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ MLA-മാരുടെ ജനകീയമായ ഇടപെടലും അവരുടെ സമീപനങ്ങളും അവരുടെ പാർട്ടി ഒരുപക്ഷെ സംസ്ഥാനത്ത് മൊത്തത്തിൽ നേരിടുന്ന തിരിച്ചടിയെ മറികടക്കാൻ കഴിയും വിധം വളരുന്നു എന്ന് പങ്കുവെക്കുന്ന തരത്തിലാണ് മാതൃഭൂമിയുടെ സർവേ ഫലം. സംസ്ഥാനത്ത് നെക്ക് ടു നെക്ക് പോരാട്ടം നടക്കുന്ന 6 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കഴക്കൂട്ടം, മറ്റൊന്ന് ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വടകരയിൽ ശ്രീമതി രമയ്ക്കെതിരെ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി നടക്കുന്ന ചെറിയ മുന്നേറ്റങ്ങൾ, പൂഞ്ഞാറിൽ PC ജോർജിനെ 3ാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് LDF UDF-ഉം നെക്ക് ടു നെക്ക് പോരാട്ടം നടക്കുന്നത്, അവിശ്വസനീയമായ തരത്തിൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ മുൻതൂക്കമുണ്ട് എന്ന് വിശ്വസിച്ച് വരുന്ന കാട്ടാക്കടയിൽ വളരെ ജനകീയനായ CPI-ന്റെ MLA-ക്ക് എതിരായി ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായ ഉണർവ്, ആറന്മുളയിൽ ആരോഗ്യമന്ത്രിക്കെതിരായി പൊതുവെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, മാധ്യമങ്ങൾ അതിൽ കാണിച്ചിട്ടുള്ള പ്രത്യേക താല്പര്യം, ഒപ്പം കണ്ണൂരിൽ കഴിഞ്ഞ 2 പ്രാവശ്യം തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തിന്റെ ഏറ്റവും മുതിർന്ന MLA ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ നെക്ക് ടു നെക്ക് പോരാട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ 6 മണ്ഡലങ്ങളിലെ ഫലം ആരായിരിക്കും കേരളം ഭരിക്കുന്നത് എന്ന് പോലും തീരുമാനിക്കാൻ അവസരമുണ്ടാക്കുന്നതാണ്.